ശ്രീ പി കെ നവാസ്, ഇപ്പോൾ അഹമ്മദ് ദേവർകോവിലിന്റെ പ്രതികരണം കൂടി കാണുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ രൂപത്തിൽ സംശയമുണ്ടാക്കുന്ന ഒരു പ്രതികരണം ഇപ്പോൾ സ്വാഭാവികമായും SYSന് AP വിഭാഗത്തിനുള്ള എതിർപ്പ് മനസ്സിലാക്കാം. അദ്ദേഹം തന്നെ പറയുന്നത് ഒരു ആശയപരമായ എതിർപ്പ് എന്നുള്ളതാണ്. അതിലപ്പുറം അത് കടത്തുകയായിരുന്നു CPIM. അല്ല, ഞാൻ സ്മൃതിയോട് ചോദിക്കുന്നത്, സ്മൃതി നേരത്തെ പറഞ്ഞ ഞാൻ വൈകാരികമല്ല, നിരാശയോട് കൂടിയാണ് സംസാരിക്കുന്നത്. എന്താ കഴിഞ്ഞ ഒരാഴ്ച കേരളത്തിൽ സംഭവിച്ചത്? ഈ കൂട്ടായ്മ രൂപീകരിക്കപ്പെട്ടിട്ട് ഞാൻ മനസ്സിലാക്കുന്ന 12 വർഷമായി. 2012 ആരംഭിച്ച് 2024 എത്തുമ്പോൾ ഏകദേശം 12 വർഷം ഈ കൂട്ടായ്മയുണ്ട്. കഴിഞ്ഞ 4-5 വർഷമായി സജീവമായി നടക്കുന്നുണ്ട്. ഞാൻ ഈ കൂട്ടായ്മയുടെ ഭാഗമൊന്നുമല്ല, പക്ഷേ ഞാൻ പഠിച്ചപ്പോൾ കഴിഞ്ഞ 12 വർഷമായി ഈ കൂട്ടായ്മയുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച കാലം കൊണ്ട് പ്രത്യേകിച്ച് എന്താ ഉണ്ടായത്? എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേക ഒരു വാർത്ത വന്നില്ലല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഒരു നേരത്തെ പറഞ്ഞ SYSമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ സംഘടനാ നേതാക്കന്മാരെ കൊണ്ട് പ്രസംഗിപ്പിച്ചു. അത് ആശയപരമായ പ്രശ്നമാണ്, മാറ്റി നിർത്താം. എന്തിനാ CPM അത് ഏറ്റെടുത്തത്? ഞാൻ ചോദിക്കട്ടെ, മാധ്യമങ്ങൾ ഇത് എന്തിനു ഏറ്റെടുക്കുകയാണ്? നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു തെളിവ്, ഒരു കണ്ടന്റ് ഉണ്ടോ? ഇപ്പോൾ ഇവിടെ കൊണ്ടിരുത്തിയ ആളുകൾ, നിങ്ങൾ ഇതിൻ്റെ പ്രതിനിധികളെന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ മുതൽ വാർത്തയിൽ വായിക്കുന്ന സലാഹുദ്ദീൻ, അത് കഴിഞ്ഞ് ഒരു അറക്കൽ ബാവ എന്ന് പറയുന്ന ഒരാൾ, ഇപ്പോൾ ഒരു ഫിറോസിനെ കൊണ്ടിരുത്തി. എനിക്ക് വ്യക്തിപരമായി ഇവരായിട്ടൊന്നും പരിചയമില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഞാൻ അന്വേഷിച്ചപ്പോൾ എൻ്റെ നാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നതിൽ SNDP യൂണിയൻ്റെ തിരൂർ താലൂക്ക് ഭാരവാഹികളുണ്ട്. അപ്പോൾ ഒരു മതത്തിൽപ്പെട്ടവർ മാത്രമല്ല, എല്ലാ മതത്തിൽപ്പെട്ടവരുണ്ട്. പക്ഷേ മീഡിയ ഉയർത്തി കാണിക്കുന്ന ഒരു മതത്തിൽപ്പെട്ടവരെ മാത്രം, ഇതൊരു മതത്തിൻ്റെ മാത്രം പ്രശ്നമായി പറയുന്നു. CPMൻ്റെ ജില്ലാ സെക്രട്ടറി പറയുന്നു, പോപ്പുലർ ഫ്രണ്ടിനെ, ജമാഅത്തെ ഇസ്ലാമിയെ മാത്രം പറയുന്നു. എവിടെ RSS അല്ലെങ്കിൽ മറ്റു സംഘടനകൾ എവിടെയാണ്? അവരുടെ പേരുകൾ എന്താ പരാമർശിക്കാത്തത്? അപ്പോൾ ഇങ്ങനെ പറയാൻ എന്ത് തെളിവാണ് CPMൻ്റെ പക്കലുള്ളത്, ഗവൺമെൻറ്റിൻ്റെ പക്കലുള്ളത്? ഞങ്ങൾ ഇവരെ ഒന്നും വെള്ളപൂശിയാൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അന്വേഷിക്കുകയും കണ്ടെത്തുകയും ശിക്ഷിക്കപ്പെടുകയും അതൊക്കെ അതിൻ്റെ ബൈക്ക് നടക്കേണ്ടതാണ്. അത് ഗവൺമെൻറ് എടുക്കേണ്ടതാണ്. ഇതൊരു പുകമറ സൃഷ്ടിക്കുക, ഒരു സമുദായത്തെ നിരന്തരമായി, ഒരു ഇസ്ലാമോഫോബിയ സൊസൈറ്റിക്ക് മുമ്പിൽ ഒരു സമുദായത്തിൻ്റെ പേര് നിരന്തരമായി ഉയർത്തിക്കാണ്. ഇത് നിരാശാജനകമാണ്. ഞാൻ മാധ്യമങ്ങളോട് പോലും ഈ കാര്യത്തിൽ നിരാശ രേഖപ്പെടുത്തുകയാണ്. പൊതുവൽക്കരിക്കേണ്ട നവാസ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചൊക്കെ, ഞങ്ങളെ സംബന്ധിച്ച് ഏതായാലും ഇത് സൂക്ഷ്മമായി തന്നെയാണ് ഇത് നോക്കുന്നത്. സമസ്തയ്ക്കിടയിൽ ഭിന്നതയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. സമസ്തയിൽ ഭിന്നതയുള്ള AP വിഭാഗം, EK വിഭാഗം രണ്ടും ഏത് രൂപത്തിൽ പ്രതികരിക്കുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. EK വിഭാഗത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ഭിന്നിപ്പ് ഏത് രൂപത്തിലാണ് മാറിയിരിക്കുന്നത് താങ്കൾക്ക് അറിയാവുന്നതാണ്. അതിൽ ജമാഅത്തെ ഇസ്ലാമി കടന്നു കയറുന്നു എന്നുള്ളതാണല്ലോ അതിലൊരു പ്രധാനപ്പെട്ട ആരോപണമായി ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. അതല്ലേ ലീഗിന് പോലും ചർച്ച ചെയ്യേണ്ടി വന്നിട്ടുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിനെ തള്ളിക്കളയാതിരിക്കൂ. താങ്കൾ പറയുന്ന വേറെ രൂപത്തിലേക്ക് അത് പോകുന്നു എന്നുള്ള ആശങ്ക അത് ഞാനും പങ്കുവയ്ക്കുകയാണ്. ഞാനും അത് പങ്കുവയ്ക്കുന്നു. അത് കേവലം ഒരു ആശങ്കയല്ല സ്മൃതി. ഞാൻ പറയുന്നത്, സമസ്തകൾക്ക് കേരളത്തിൽ കാലാകാലങ്ങളായി മുസ്ലിം സമുദായത്തിനകത്ത് അമാന്തര വിഭാഗങ്ങളുണ്ട്, അവർക്കിടയിൽ ചർച്ച വരാറുണ്ട്. സ്വാഭാവികമായി വർത്തമാനകാലത്ത് രൂക്ഷമായി വരുന്നുണ്ട്, അസാധാരണമായ രൂപത്തിലേക്ക് പുറത്തു വരുന്നത് ഒക്കെ ശരിയാണ്. അതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പങ്കുണ്ട് എന്നൊരു ഭാഗത്ത് ആരോപണമുണ്ട്, അത് നിരാകരിക്കപ്പെടുന്നുണ്ട്. അതിലേക്കൊന്നുമല്ല ഞാൻ പോകുന്നത്. ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനകളുടെ, നിരോധിത സംഘടനകളുടെ അംഗത്വം എന്ന് പോലും മോഹനമാഷി പ്രസംഗിച്ചില്ലേ? അപ്പോൾ എവിടേക്ക് ഇദ്ദേഹം ഇതിനെ കൊണ്ടുപോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താ ഈ സമുദായത്തെ മാത്രം ഇങ്ങനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതിന് പിന്നെ താല്പര്യം എന്താണ്? ഞാൻ സ്മൃതിയെ, നിങ്ങളുടെ ചാനലിനെ കുറ്റപ്പെടുത്തല്ല. ഞാൻ പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഡാറ്റ ഞാൻ ഇന്ന് രാവിലെ മുതൽ പരിശോധിച്ചു. ഞാൻ ഈ കാണിക്കുന്നത് ഈ പറയുന്ന മെക്സവന്റെ ഭാരവാഹികളായ ഒരാൾ, അദ്ദേഹത്തിന്റെ പേര് അറക്കൽ അഹമ്മദ് ബാവ എന്ന് പറയുന്ന ബ്രാൻഡ് അംബാസിഡർ അവകാശവാദം ഉന്നയിക്കുന്ന ഒരാളും അതിന്റെ ഫൗണ്ടർ ആൻഡ് ക്യാപ്റ്റൻ എന്ന് പറയുന്ന സലാഹുദ്ദീനും. ഇത് 2023 ശ്രീമാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള സദസ്സിലേക്ക് മലപ്പുറം ജില്ലയിൽ നടക്കുമ്പോൾ ക്ഷണിക്കപ്പെട്ട ആളാണ് ഈ അറക്കൽ മുഹമ്മദ് ബാവ എന്ന് പറയുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കൊടുത്ത കത്തിന്റെ പകർപ്പാണ്. മെക്സവൻ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ കേരളത്തിലുണ്ടെന്നും ഞങ്ങൾ അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ടെന്നും അതിന്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ടെന്നും കേരള ഗവൺമെന്റ് അത് ഏറ്റെടുത്ത് കേരളത്തിൽ നിന്ന് നടപ്പിലാക്കണം അദ്ദേഹത്തിന്റെ ഒരു ലെറ്ററാണ്. അത് ഈ പറയുന്ന നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി കൊടുത്തതാണ്. അങ്ങനെ കേരള ഗവൺമെന്റ് മുന്നിൽ ഒരു രേഖയായി പോലുമുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നിരോധിത സംഘടനകളുമായി മുസ്ലിം സമുദായത്തിലെ ചില ആളുകൾ നിരോധിത സംഘടനയുമായി ബന്ധപ്പെടാനുള്ള അവസരമായി ഈ മെക്സവൻ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്രമേൽ ഗുരുതരമായ ആരോപണമാണ്. ഇപ്പോൾ അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു, എന്നോട് പറഞ്ഞു മോഹനമാഷ്, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെയാണോ? നിങ്ങൾ ആദ്യം കാണിച്ച പ്രസംഗത്തിൽ, അദ്ദേഹത്തിന്റെ പരാമർശത്തിൽ, അദ്ദേഹത്തിന്റെ നിങ്ങൾ എഴുതി കാണിക്കുന്ന പരാമർശങ്ങൾ, അതിൽ എന്താ അദ്ദേഹം പറയുന്നത്? ചർച്ചയ്ക്ക് വരാത്തത് പോലും അതിന്റെ അപകടം മനസ്സിലാക്കിയത് കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നു. കാരണം P മോഹനൻ അല്ലാതെ മറ്റൊരു നേതാവിൽ നിന്നും മെക്സവിനെതിരെ പരാമർശം ഉണ്ടായിട്ടില്ല. അല്ലെങ്കിലും സ്മൃതി അല്ലെങ്കിൽ എനിക്ക് അതിൽ സന്തോഷമുണ്ട്. പക്ഷേ അല്ലെങ്കിലും CPM ഒന്നിനും തീർപ്പ് കൽപ്പിക്കാറില്ലല്ലോ. പണ്ട് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ ഒരു വാചകം നമുക്ക് ഓർമ്മയുണ്ട്, RSSന് വഴിമരുന്നിട്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞതാണ്. എന്നുപോലെ ഇപ്പോൾ സുരേന്ദ്രൻ അത് ഏറ്റുപിടിച്ചല്ലോ. അത് ഏറ്റുപിടിക്കാൻ ഒരു കൂട്ടർ ഇവിടെ ഉണ്ടല്ലോ.
അവർക്കൊരു വഴിമരുന്ന് ഇട്ട് കൊടുത്തല്ലോ. അതിട്ട് കൊടുത്തത് ഈ പറയുന്ന മോഹന മാഷല്ലേ. അദ്ദേഹം അത് നിർത്തിപ്പോയി. ഇനി അത് ഏറ്റെടുക്കാൻ ഒരു സംഘം ആളുകൾ ഉണ്ടാവും. അതിനകത്ത് സൈബർ സോഷ്യൽ മീഡിയക്കകത്ത് അതിന്റെ ആളുകൾ അത് ഏറ്റെടുക്കും. ഒരു സമുദായത്തെ ഇതിന്റെ പേരിൽ വേട്ടയാടപ്പെടും. അത് രൂപത്തിലേക്ക് വലിയ ചർച്ചയാകും. ആത്യന്തികമായി അദ്ദേഹം ചെയ്തത് തെറ്റാണ്. അതോടൊപ്പം തന്നെ സമുദായത്തിന്റെ അകത്ത് സംസാരിക്കേണ്ടത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് ഒരു പുകമറ സൃഷ്ടിക്കാൻ ആരെങ്കിലും ശ്രമിച്ചുവെങ്കിൽ, തന്റെ വൈകാരികതയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് ഇത് സമൂഹത്തിന് മുമ്പിലേക്ക് ഞാനെന്തോ വലിയ കാര്യം കൊണ്ടുവന്നു എന്ന പേരിലേക്ക് സ്വന്തം സമുദായത്തിനകത്ത് ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ ഒന്നേ എനിക്ക് പറയാനുള്ളൂ, കാലം തിരിച്ചറിയാതെ, കാലത്തിന്റെ ചുവരെഴുത്ത് വായിക്കാതെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഒരു വ്യക്തിയുടെ അവിവേകം കൊണ്ട് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ അവിവേകം കൊണ്ട് ഒരു സമുദായം ഒന്നടക്കം കരുനീലാവുകയും ഇടതുപക്ഷത്തെ പോലെയുള്ള രാഷ്ട്രീയ സംഘടനകളുടെ നേതാക്കന്മാർ അതിന് ശരിപ്പത്രം വെച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ സംഘപരിവാർ അവസരം കാത്തിരിക്കുന്ന ഒരു നാട്ടിലാണ് ഈ പ്രവർത്തനം നടത്തുന്നത്. മാധ്യമങ്ങളെങ്കിലും ഇതിന്റെ നിജസ്ഥിതിയെ തുറന്നു പറയുകയും ഇങ്ങനെ ഒന്നില്ല, ഒരു 12 വർഷത്തിനിടയിൽ ഒരു കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ പറയുന്ന നിങ്ങൾ മാധ്യമങ്ങൾക്ക് ഇൻഫർമേഷൻ ആര് തന്നു? നിങ്ങൾ ഇൻഫർമേഷന്റെ സോഴ്സ് പരിശോധിക്കണം. ഞാൻ നിശ്ചയം വിശ്വസിക്കുന്നത് ഒരാഴ്ച കൊണ്ട് ഈ വാർത്തകൾ എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വരാനും രാഷ്ട്രീയ പാർട്ടിയിലെ ചില പ്രതിനിധികൾ അതിനെക്കുറിച്ച് സംസാരിക്കാനും ചില മതവേദികൾ അത് ചർച്ചയാകാനും ആസൂത്രിതമായ ഒരു ശ്രമം നടന്നിട്ടുണ്ട്. അത് എവിടെ നിന്ന് വന്നു? അത് പരിശോധിക്കപ്പെടണം. അത് പരിശോധിക്കുമ്പോൾ മെക്സവനെ കുറിച്ചുള്ള പരാമർശം ആദ്യം ഉത്ഭവിച്ചത് എവിടെ നിന്നാണ് എന്ന് പരാമർശിക്കപ്പെടണം. ആ ഉത്ഭവ കേന്ദ്രത്തിൽ ഒരു ദുരുദ്ദേശമോ ഒരു വിഡ്ഢിത്തമോ സംഭവിച്ചതാണ് ഇത്തരത്തിൽ ദുരന്തപൂർണമായ ഒരു ചർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത് എന്ന നിരാശ ഞാൻ പങ്കുവെക്കുകയാണ്. താങ്കൾ വിരൽ ചൂണ്ടുന്നത് AP വിഭാഗത്തിലേക്കാണ് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്.